പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വളരെ സ്വാഗതാർഹമായ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ മാറ്റം വരുത്തുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം ആകത്തുകയായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് മുഖ്യമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം 2020 അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പുതിയ മാറ്റങ്ങൾ വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു യങ് ഇക്കോണമിയാണ്. അപ്പോൾ ആ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റൊക്കെ തന്നെ നമുക്ക് കൂടുതൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു 5 യൂണിവേഴ്സിറ്റി സിറ്റികൾ എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം നമുക്ക് ബജറ്റിൽ കാണാനായിട്ട് കഴിയും. പക്ഷേ ഈ 5 യൂണിവേഴ്സിറ്റി സിറ്റികൾ എന്നുള്ളത് മികച്ച പ്രഖ്യാപനമാണെങ്കിൽ കൂടി അത് തുടങ്ങുന്നതിന് വേണ്ടി കാര്യമായിട്ടുള്ള പണം ബജറ്റിൽ ധനകാര്യമന്ത്രി അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല. പകരം അത് ഒരു ചലഞ്ച് മോഡിൽ നടത്താം എന്ന് വെച്ചാൽ ചലഞ്ച് മോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു PPP മാതൃകയിൽ നടത്താം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, ആഗോളതലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പം ചൈനയുടെ യൂണിവേഴ്സിറ്റികൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും മുൻനിര യൂണിവേഴ്സിറ്റികളായി ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിലേക്കൊക്കെ തന്നെ ഇന്ത്യക്ക് 2047 വികസിത ഭാരതം എന്ന രീതിയിൽ നമുക്ക് വളർന്ന് മുന്നേറേണ്ട ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിൽ ആ മത്സരക്ഷമത നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും പകർന്നു നൽകാനായിട്ട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടായിരുന്നു ബജറ്റിൽ മാറ്റിവെക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് PPP മോഡിൽ നടപ്പിലാക്കാം എന്നുള്ളതാണ് ധനകാര്യമന്ത്രി പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ കൂടി ആ പ്രഖ്യാപനം 5 യൂണിവേഴ്സിറ്റി നഗരങ്ങൾ എന്ന രീതിയിലുള്ള ആ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ സ്വാഗതാർഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ കാര്യം, എല്ലാ ജില്ലകളിലും ഹോസ്റ്റൽ സൗകര്യം വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഏർപ്പെടുത്താനായിട്ട് പോകുന്ന ആ പ്രഖ്യാപനം അത് വളരെ മികച്ച പ്രഖ്യാപനം തന്നെയാണ്. പക്ഷേ അവിടെയും അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതൊരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന രീതിയിൽ നടപ്പിലാക്കാം എന്നുള്ളതാണ് ധനകാര്യമന്ത്രി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടല്ല. ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഗവേഷക വിദ്യാർത്ഥികളുടെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെയും ഒക്കെ താമസ സൗകര്യം എന്ന് പറയുന്നത് അവർ റെസിഡൻഷ്യലായിട്ടാണ് ലോകത്തുള്ള മുൻനിര യൂണിവേഴ്സിറ്റികളിലെല്ലാം വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. അപ്പോൾ പിന്നെ ഓറഞ്ച് ഇക്കോണമിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്ന ബജറ്റിലുള്ള പ്രഖ്യാപനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ തുക എത്ര മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് ബജറ്റ് പ്രസംഗത്തിൽ നിന്ന് വ്യക്തമല്ല. അതിൻ്റെ വിശദാംശങ്ങൾ എടുത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോഴും ഇതിൻ്റെ ആകത്തുക എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള തുക GDPയുടെ അനുപാതത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ കുറഞ്ഞ തുകയാണ് GDPയുടെ അനുപാതത്തിൽ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് ഒട്ടും ആശാവഹമായിട്ടുള്ള ഒരു കാര്യമല്ല. ഗവൺമെൻറ് ധീരമായി മുന്നോട്ട് വന്ന് നിക്ഷേപം നടത്തുക, ഗവൺമെൻറ് പണം നേരിട്ട് ചെലവഴിച്ച് ഈ നമ്മുടെ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി ഏറെ മുന്നോട്ട് പോകാനുള്ള നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഇക്കണോമിക് സർവേ പറയുന്നത് ഈ സെക്കൻഡറി സ്കൂളിലുള്ള വിദ്യാർത്ഥികളുടെ ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള GER റേഷ്യോ, അതായത് നമ്മുടെ ആ ബന്ധപ്പെട്ട പ്രായത്തിലുള്ള എത്ര ശതമാനം വിദ്യാർത്ഥികൾ സെക്കൻഡറി വിദ്യാഭ്യാസം നേടുന്നു എന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ കേവലം 52% വിദ്യാർത്ഥികൾക്ക് മാത്രമേ സെക്കൻഡറി വിദ്യാഭ്യാസം ലഭ്യമാകുന്നുള്ളൂ എന്നാണ് ഇക്കണോമിക് സർവേ പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഇനി 20 വർഷമേ ഉള്ളൂ വികസിത ഭാരതമായിട്ട് നമുക്ക് മാറുന്നതിന് വേണ്ടി. അതൊരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ധനകാര്യമന്ത്രി കൂടി പങ്കാളിയായിട്ടുള്ള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്നത് 10 വർഷത്തിനകം സർക്കാർ എത്രയാണോ ചെലവ് ചെയ്യുന്നത് അതിൻ്റെ 20% വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ്. 2020 പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ 6 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. പക്ഷേ ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുക കേവലം 2.6% മാത്രമേ വരുന്നുള്ളൂ എന്ന കാര്യം അങ്ങേയറ്റം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ 4 വർഷങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് കൈവരിക്കാൻ കഴിയുക? അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന ആ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന രീതിയിൽ, അതിനോട് ആത്മാർത്ഥത പുലർത്തുന്ന രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളല്ല ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളത് വലിയ ആശങ്കയായിട്ട് നിലനിൽക്കുകയാണ്. നിരവധി പ്രഖ്യാപനങ്ങൾ നമുക്ക് ഈ ബജറ്റ് പ്രസംഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഈ എല്ലാ ബജറ്റ് പ്രഖ്യാപനങ്ങളുടെയും ആകത്തുക എന്ന രീതിയിൽ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റമാണ് ഇത് സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായി ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച്, ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചകം എന്ന് പറയുന്നത്
സർക്കാർ വിഭാവനം ചെയ്യുന്ന മൊത്തം ചെലവ് ചെയ്യലാണ്. ആ മൊത്തം ചെലവ് ചെയ്യലിനെ നമ്മൾ GDP-യുടെ അനുപാതത്തിൽ നോക്കുമ്പോൾ അത് വളരെ കുറഞ്ഞ ഒരു തുകയാണ്. കഴിഞ്ഞ വർഷം വിഭാവനം ചെയ്യുന്നത് GDP-യുടെ 14.19% തുകയാണ് മൊത്തം ചെലവ് ചെയ്യലിനായി മാറ്റിവെച്ചത് എങ്കിൽ അത് ഈ നടപ്പ് വർഷം 13.9% കുറയുന്ന ചിത്രവും വരും വർഷത്തേക്ക് 13.61% എന്ന രീതിയിൽ വീണ്ടും കുറയും എന്ന ചിത്രമാണ് ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒട്ടും ശുഭ സൂചകമായ ഒരു കാര്യമല്ല. ഈ ബജറ്റ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രഭാവം, അതിനെ നമ്മൾ പൊതുവേ വിളിക്കുന്നത് മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. ആ മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു 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 ശക്തി സ്രോതസ്, ഒരു പ്രഭവ ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ കീ ഡ്രൈവിംഗ് ഫോഴ്സ്, ഈ മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റിൻ്റെ കീ ഡ്രൈവിംഗ് ഫോഴ്സ്, അതിൻ്റെ സൂചകമെന്ന രീതിയിൽ നമുക്ക് ഈ മൊത്തം ചെലവ് ചെയ്യലും GDP-യും തമ്മിലുള്ള അനുപാതത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നോക്കുമ്പോൾ കേവലം 13.61 മാത്രമാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ നടത്താൻ പോകുന്ന പ്രഭാവത്തിൻ്റെ ശക്തി സ്രോതസ്സായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും കുറഞ്ഞു വരുന്നു എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.